ഹായ് ഹലോ നമസ്കാരം. നമുക്ക് ആദ്യം തന്നെ ഒരു വീഡിയോ കണ്ടാലോ? കണ്ടിട്ട് നമുക്ക് പ്രതികരിക്കാം, അഭിപ്രായങ്ങൾ പറയാം. ദുരന്തമുണ്ടായപ്പോ ആദ്യത്തെ വിളി രാഹുൽ ഗാന്ധിയുടേതായിരുന്നു, രണ്ടാമത്തെ വിളി പ്രധാനമന്ത്രിയുടേതായിരുന്നു, മൂന്നാമത്തെ വിളി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതായിരുന്നു. ഈ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി സംസാരിച്ച പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ സന്നദ്ധമാണ്, എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇരിക്കുകയാണെന്നുള്ള മറ്റൊരു ഞാനന്ന് തന്നെ നിങ്ങളടുത്ത് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഒരു മനോഭാവമാണ് ആദ്യം അവർ പ്രകടിപ്പിച്ചതെങ്കിലും അതിൽ നിന്ന് പിന്നൊരു ചെറിയൊരു വ്യത്യാസം ചിലര് പ്രകടിപ്പിക്കുന്നതായി കാണും. ഇപ്പോ ഈ ദുരന്തം യെസ്, ഇത് പറയുന്നത് പോലെ തന്നെ ഒരു ദുരന്തമുണ്ടായപ്പോൾ, നമ്മുടെ വയനാട് ആയിട്ട് ബന്ധപ്പെട്ട് ദുരന്തമുണ്ടായപ്പോൾ ആദ്യം വിളിച്ചത് രാഹുൽ ഗാന്ധിയാണ്. തുടർന്ന് പ്രധാനമന്ത്രി വിളിക്കുന്നു, ആഭ്യന്തരമന്ത്രി വിളിക്കുന്നു, ആദ്യം എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറയുന്നു. പിന്നീട് ഇവരുടെയൊക്കെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു തോന്നുന്നു. പക്ഷേ അതൊരു ഏകപക്ഷീയമായിട്ട് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വയനാടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയൊക്കെ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ടെന്നാണ് കിട്ടുന്ന അറിവുകൾ. ഇപ്പം നമ്മൾ വാർത്തകളിലൂടെ ആയാലും ഇപ്പം കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ആ ഒരു ശൈലിയിലായാലും അതേ കണക്ക് ഇതിപ്പം ഒരാളുടെ ക്രെഡിറ്റിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമാതിരിയൊക്കെ ആൾക്കാർ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അല്ല, ഇവിടെ മുഖ്യമന്ത്രി ക്രെഡിറ്റ് ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ തെറ്റായുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന ഒരു ആഗോളവൽക്കരണത്തിൻ്റെയോ ആഗോളതാപനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഉരുൾപൊട്ടലും ഒരിക്കലും അല്ല. ഈ വയനാട് പോലുള്ള മേഖല യഥാർത്ഥമായിട്ട് ഈ പറയുന്ന ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. പണ്ട് PT തോമസ് ഒക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഇടുക്കിയിൽ തോറ്റൊരു വ്യക്തിയാണ്. ഈ പരിസ്ഥിതി ലോല മേഖലയിൽ വൻ രീതിയിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു റിസോർട്ട് മാഫിയ കയറിയിട്ടുണ്ട്. അത് കൃഷി ചെയ്യാനും അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിന് മാത്രം ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇതിനകത്ത് പല ഈ ഉരുൾപൊട്ടുന്നതിൻ്റെ മുകൾ ഭാഗത്ത് പലയിടത്തും തടയണകൾ കെട്ടി ഈ ഉരുൾപൊട്ടൽ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, ആ തടയണകൾ പൊട്ടി പോകുന്നതായിട്ട്. പണ്ടൊക്കെ ഈ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ വേരും മറ്റുമൊക്കെ ഭാഗമായിട്ട് നിന്നിട്ട് കുറേ കല്ലും ഇതൊക്കെ ഇരിക്കാൻ നേരത്ത് അതിൻ്റെ മുകളിലിരിക്കുന്ന വെള്ളം അങ്ങനെ പല സൈഡിലായിട്ടിരിക്കും, അത് ഒരെണ്ണം പൊട്ടും, ഇങ്ങനെ വന്ന് അങ്ങനെ ആയിരുന്നു ഉരുൾപൊട്ടുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഉരുൾപൊട്ടലിൻ്റെ ഈ ആഘാതം മുകളിലുള്ള തടയണകൾ മുതൽ തുടങ്ങുകയാണ്. അതായത് റിസോർട്ടുകൾ ഈ മലമുകളിൽ പോയി നല്ല നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി മലമുകളിലൊക്കെ സൃഷ്ടിക്കുന്നു. അവിടെ ഈ തടയണകളും ഈ പറയുമാതിരി വിനോദസഞ്ചാരത്തിന് വേണ്ടി കൃത്രിമമായിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കാരണം തന്നെയാണ്. ഇത് പൊട്ടിയ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റിസോർട്ടിൻ്റെ പങ്കും ലാസ്റ്റ് ആ റിസോർട്ടിൽ നിന്ന് വിനോദസഞ്ചാരത്തിന് വന്നവരെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തെറ്റുപറ്റി. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നു ഈ ഒരു വിഷയത്തിൽ. പിന്നെ ചില വിഷജന്തുക്കളെ എന്തിനും ജാതി മതവും കാണുന്നവർ അവരിതിനകത്ത് മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിന്നത്. അതിനെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നീട് ഈ കാര്യത്തിൽ പിന്നീടുള്ള കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ക്രെഡിറ്റ് ഇത് കേരള പോലീസിൻ്റെ വിജയമാണ്, അങ്ങനൊന്നുമല്ല, മലയാളികളുടെ വിജയമാണ്. മലയാളികളുടെ ഒരു ഇടപെടൽ വിജയമെന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു, അതൊന്നും നമ്മൾ കാണാതെ പോകരുത്. പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതുമായിട്ട് അഖിൽമാരാറുമായിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്കാർ ക്വസ്റ്റ്യനൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. മാരാരെ എനിക്കിഷ്ടമാണ്, പക്ഷേ ഈ ദുരന്ത സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പാണ്, വ്യക്തിപരമായിട്ട് എനിക്ക് വിയോജിപ്പാണ്. കാരണം ഒരു സ്ഥലത്ത് നമുക്ക് വീട് വെക്കാം, ആ വീട് വെക്കാൻ കൊടുക്കുന്നത് നല്ല മനസ്സ് തന്നെയാണ്, അത് മാരാർ കൊടുത്തതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കൊടുക്കുന്നതിൽ അവിടെ വീട് വെക്കണമെങ്കിൽ അവിടെ വീട് വെക്കാനുള്ള സാധനങ്ങൾ ചെല്ലണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന സാധനം അടിയന്തര കാര്യങ്ങൾക്ക്, അതായത് റോഡ് മറ്റു മാർഗങ്ങൾ ഇതൊക്കെ സജ്ജീകരിക്കാൻ വേണ്ടിയും കൂടാണ്. അപ്പോൾ അടിയന്തരമായിട്ട് റോഡും മറ്റുമൊക്കെ ഈ റോഡില്ലാതെ ഈ സ്ഥലത്തേക്ക് പോകില്ലല്ലോ. ഇപ്പോൾ ആർമി ഇടപെട്ട് ഒരു പാലം വന്നു, ആ പാലമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കരമായിട്ട് ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ, ആ, കോൺഗ്രസ്, പ്രതിപക്ഷം അങ്ങനൊന്നും നമുക്ക് മാറ്റി നിർത്താൻ ഒക്കത്തില്ല. ഇതിനകത്ത് എല്ലാവരുടെയും ഇടപെടൽ കൃത്യമാണ്. പിന്നെ ചില നാറികൾ, ഇപ്പം TGയെ പോലുള്ള ചില നാറികൾ കാണിക്കുന്ന വിലത്തരത്തിന് നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. അത് ഈ ചില മുസ്ലിം പണ്ഡിതന്മാരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള നാറിത്തരത്തിനൊന്നും നമ്മൾ കൂടുതലൊന്നും പറയാൻ കഴിയില്ല. കാര്യം ഇവർ എല്ലാ കാലത്തും മനുഷ്യൻ വെള്ളത്തിൽ കിടക്കുമ്പോഴും ദുരന്തി കിടക്കുമ്പോഴും എല്ലാം അവരുടെ ഉള്ളിലും മതവും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങളും മാത്രമായിരുന്നു. അപ്പം പിന്നെ സുരേഷ് ഗോപിയൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്നു. സുരേഷ് ഗോപിയൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിരുന്നു. സുരേഷ് ഗോപിയൊക്കെ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഇടപെടൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതേ കണക്ക് കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞതിനെ വളച്ചൊടിച്ച് അയാളെ ഇവിടുത്തെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്നതിൽ ഒട്ട് യോജിപ്പില്ല. സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു നല്ല മനുഷ്യനാണ്, നല്ലൊരു എന്താ പറയുന്നത്, ആള് ജനങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് കുറച്ച് സമയം നമ്മൾ കൊടുത്തു നോക്കാം. കാര്യം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയപരമായിട്ട് ഇടപെടാതെ ആളൊരു മനുഷ്യനായിട്ട് കാണുക. ഇപ്പോൾ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ MP ആണ്, MLA ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രശ്നം തീർന്നു. അപ്പം തുടർന്നും ഈ പറയുമാതിരി രാഷ്ട്രീയ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ആ ഒരു നേട്ടത്തിന് ഇതെൻ്റെ നേട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരോടൊന്നും നമുക്ക് അനുകൂലിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് തന്നെ എന്തായാലും പുള്ളി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു ഇത് എല്ലാവരുടെയും ഒരു വിജയമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, ഈ റിസോർട്ട് മാഫിയകളുടെ കടന്നുകയറ്റമൊക്കെ വയനാടിൻ്റെ മേഖല പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൊക്കെ കടന്നുകയറ്റമൊക്കെ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. കൂടുതൽ പരിസ്ഥിതിയെ നമ്മൾ കൂട്ടിയോജിപ്പിച്ച് പോകണം. ഇത് ദുരന്തം വരുമ്പോൾ മാത്രം പറയേണ്ട കാര്യമല്ല, എല്ലാ ദുരന്തത്തിനും മുന്നോടിയായി ഇത് ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഈ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ 100% ഈസ് എന്താ പറയുന്നത്, എല്ലാവർക്കും ഭയമുള്ളതാണ്, ഉള്ളിൽ ഭയമുള്ള കാര്യങ്ങളാണ്. അതിൽ നമുക്ക് മാറ്റി വെക്കത്തില്ല. അതിന് എന്തെങ്കിലും അടിയന്തരമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം നിങ്ങളിനി എത്ര പറഞ്ഞാലും ഇത്രയും താമസമുള്ള അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നിൽക്കുന്ന ഈ ഒരു ഇത് ചിലരൊക്കെ പറയുന്നുണ്ടോ ഇത് മുല്ലപ്പെരിയാർ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഒരിക്കലും അല്ല. ഇത് ദിവാൻ്റെ ഭരണകാലത്തിരുന്ന സമയത്താണ് ഈ കരാറിൽ ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള തെറ്റിദ്ധാരണകളും കൂടെ പരത്തുന്നുണ്ട്, ഒരിക്കലും അല്ല. അപ്പോൾ ഈ ഒരു കേസ് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇടപെട്ട് അങ്ങോട്ടും കേരളവും തമിഴ്നാടുമായിട്ട് ഒരു ഈക്വൽ ഇതിൽ പോവുകയാണെങ്കിൽ ഈ സംഭവം മുന്നോട്ട് പോകും. അവരെ സംബന്ധിച്ച് വെള്ളമാണ് ആവശ്യം, അത് നമ്മൾ കൊടുക്കാം എന്നുള്ളൊരു ആർജവത്തോടുള്ള ഒരു ഇടപെടൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് അവർ ഓക്കെ ആണെന്ന് അവർ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്കൊരു പുതിയ ഡാം നിർമ്മിച്ച് കൊടുത്തിട്ട് മാത്രമേ ഈ സാധനം പൊളിക്കാൻ അവർ സമ്മതിക്കുകയുള്ളൂ. അതാണ് അവരുടെ ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഈ ഒരു സാധനത്തിൽ ഒരു ഡാം അവർ നിർമ്മിച്ചു കൊടുത്ത് രണ്ട് സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് പണം വാങ്ങട്ടെ. ഇത്രയും ജനങ്ങളുടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനല്ല ഇമ്പോർട്ടൻറ്റ്. സോ ഇതൊന്നും ഈ ഒരു വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല. എന്നാലും വെറുതെ ഈ ഒരു വിഷയം നമ്മൾ സംസാരിച്ച് പോകണമല്ലോ. അപ്പോൾ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കൂടുതൽ സംരക്ഷിക്കാൻ ശ്രമിക്കുക. പിന്നെ മുഖ്യമന്ത്രി ഈ എടുത്തു പറഞ്ഞ കാര്യം, ആദ്യം വിളിച്ച കാര്യമൊക്കെ ഇത് ഒരു മുഖ്യമന്ത്രിയും ചെയ്യുന്ന കാര്യങ്ങളല്ല, പറഞ്ഞ കാര്യങ്ങൾ അഭിനന്ദനം തന്നെയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയുള്ളൂ. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.